ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മമ്മി ആൻഡ് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ റവ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റവ ഉപ്പുമാവ് എന്ന് കേൾക്കുമ്പോൾ ഓടിപ്പോണ്ട, അതായത് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അതായത് നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ് ശരിക്കും റവ ഉപ്പുമാവ്. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവണമെന്നില്ല അല്ലേ? റവ ഉപ്പുമാവ് എന്ന് കേൾക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് മാറ്റിയിട്ട് നമുക്ക് ആ ഉപ്പുമാവിനെ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ അറിയണ്ട. അതിന് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായാൽ അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അത് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അത് അവസാനം ചേർക്കുമ്പോഴാണ് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കത് കോരി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ്, കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉഴുന്ന് പരിപ്പൊക്കെ ഒന്ന് റോസ്റ്റായി കടുകൊക്കെ പൊട്ടി വന്നാൽ നമുക്കതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ടുള്ള കേട്ടോ, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയാണ്. അതും കൂടെ പച്ചമുളക്, പിന്നെ ക്യാരറ്റ്, ബീൻസ്, തക്കാളി ഇതൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി സാധാരണയായിട്ട് നമ്മൾ ചേർക്കാറില്ല, പക്ഷേ തക്കാളിയുടെ ഒരു ചെറിയ പീസ് ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് റവ ഉപ്പുമാവിന്. അതായത് നമ്മൾ തക്കാളി എടുക്കുന്ന സമയത്ത് ആ ഉള്ളിലെ പൾപ്പൊക്കെ മാറ്റിയിട്ട് പുറത്തുള്ള ആ ഒരു ഭാഗം മാത്രമേ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൽ ചേർക്കുന്നുള്ളൂ. ആ പുളിരസം അത്ര ടേസ്റ്റായിട്ട് വരില്ല. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ചെറിയൊരു തക്കാളി മതി കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇതൊക്കെ വേണം. ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ ഒന്ന് വഴന്ന് വന്നാൽ നമുക്കതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കുക. റവ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ആ എണ്ണയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നമ്മൾ ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരബദ്ധം പറ്റി, ചൂടുള്ള വെള്ളം ചേർക്കുന്ന സമയത്ത് നമുക്ക് തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തെറിച്ചിട്ട് കൈയൊക്കെ പൊള്ളിപ്പോവും. അപ്പോൾ എന്താ ചെയ്യുക, സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഇനിയും കുറവാണ് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ, ആ വെള്ളത്തിൽ നമ്മൾ പറയാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയിലയും തക്കാളിയും നമ്മൾ സാധാരണ ചേർക്കാറില്ല, അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ചിട്ടോ മല്ലിയിലയും കൂടെ ചേർക്കാം. പിന്നെ ഒരു ഇത്തിരി നെയ്യും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഒരു അടിപൊളിയായിട്ടുള്ള റവ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവസാനമായിട്ട് നമുക്ക് ആ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വിളമ്പുമ്പോൾ ആ നട്ട്സൊക്കെ ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് കുറച്ച് മല്ലിയില വേണമെങ്കിൽ അതിൽ ഇട്ട് കൊടുക്കുക, ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ശരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയാം. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട്, വീഡിയോ ഇനി കാണാൻ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.